ഹായ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് ചായയൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് 6:30 6:45 10 മണിക്കാണ് ഈ ചായ ഇടുന്നത്. നമ്മളെല്ലാവരും എണീറ്റ് വന്നപ്പോൾ അത്രയൊക്കെ സമയമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ചായ ഇട്ട് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ വന്നെടുത്ത് കുടിച്ചോളും. എന്നിട്ട് ഞാൻ നേരെ ഇലയപ്പത്തിനുള്ള പരിപാടി നോക്കണം. അപ്പം എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ലേറ്റ് ആവുന്നുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കാണിക്കാറുള്ള എളുപ്പപ്പണിയാണ് ഇലയപ്പം, കുഴക്കട്ട അങ്ങനെയുള്ള ഐറ്റമൊക്കെ. അതാകുമ്പം എണ്ണത്തിലും കുറവ് മതി കേട്ടോ. ഇല്ല ഒരുപാടൊന്നും ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല. അങ്ങനെ തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ഞെവിടി കൂട്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയും കുഴച്ചിട്ട് കൈ വെച്ചാണ് ഞാൻ പരത്തുന്നത് കേട്ടോ. എനിക്കിങ്ങനെ പ്ലേറ്റൊക്കെ ഞാൻ പരത്താൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് പറ്റുന്നില്ല, അപ്പോൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കൈ തന്നെ വെച്ചിട്ട് എല്ലാം പരത്തി അടുക്കി വെച്ച് നമുക്ക് അടച്ച് വെക്കാം. അത് വേവട്ടെ. അത് കുറച്ച് സമയം അവിടെ ഇരുന്ന് വെന്തോളും. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ട് ആദ്യം ഒന്ന് കൂട്ടി വെക്കും, പിന്നെ ഒന്ന് കുറച്ച് വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം. പെട്ടെന്ന് തന്നെ തീയൊക്കെ കത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തേങ്ങ ചേട്ടനെ കൊണ്ട് പൊതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ച് തിരുമ്മി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ വെള്ളവും കൊണ്ട് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പച്ചരി വെള്ളത്തിലിട്ട് ഇന്നത്തെ കപ്പ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടുണ്ട്. എന്നിട്ട് മടി എന്നിട്ട് ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ച്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അത് ഞാനെടുത്ത് വെളി വെച്ചിട്ടുണ്ട്. നമുക്ക് വൈകിട്ടത്തേക്ക് ചായക്കടിയായിട്ട് കിണ്ണനപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും അരച്ചവിടെ കൂട്ടി വെക്കാമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ജോലി പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മയത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇലയപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് ഒന്നുകൂടെ വെക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ട് ഓഫാക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നോക്കിയിട്ട് എല്ലാം അടച്ചൊക്കെ വെക്കുവാണ് കേട്ടോ. എല്ലാം വെന്തോന്ന് അറിയാൻ വേണ്ടി. അപ്പം എണ്ണത്തിൽ കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതിനരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാവിനകത്തിൽ. അപ്പം പച്ചരിക്കകത്തില്ല കേട്ടോ, മാവല്ല. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം കേട്ടോ. മധുരം നല്ല വേണം കിണ്ണനപ്പത്തിന്. അപ്പോൾ കിണ്ണത്തിൽ കോരി ഒഴിക്കുന്ന അപ്പം ആയിട്ടാണെന്ന് തോന്നുന്നു കിണ്ണനപ്പം എന്നൊക്കെ പേര് വന്നത്. നമ്മളിവിടെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചരുവത്തിലോട്ട് ഒഴിച്ച് കലക്കിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. കലക്കാൻ മറന്നു പോലെ കേട്ടോ. ഞാൻ എനിക്കങ്ങനെ കലക്കാൻ മറന്നു പോയിട്ട് ഇങ്ങനെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിക്ക് വെച്ച വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനിയും അരി അടപ്പിലിടാം. ഇത് ഇളക്കി ഇവിടെ നിന്നാൽ പണി നടക്കൂല. അരി അടപ്പിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അരി ഇട്ടാൽ പിന്നെ അതവിടെ കിടന്ന് വെന്തോളൂ. അതിനകത്ത് ഇങ്ങനെ നമ്മൾ നിൽക്കേണ്ടായില്ല അതിൻ്റെ പിന്നാലെ. അപ്പം അരി അടപ്പിലിട്ടിട്ട് പണികൾ വലവാലെ വരുന്നുണ്ട്. നേരെ ഉച്ചയ്ക്കുള്ള കറിക്കുള്ള പണി നോക്കാം കേട്ടോ. അപ്പോഴാണ് ഒരു സംഭവം ഞാൻ കുറച്ച് കപ്പലണ്ടി ഇരുന്ന് അത് പാക്കറ്റിനകത്തോട്ട് ഉറുമ്പ് എങ്ങനെ കയറുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ അതെല്ലാം എടുത്തിട്ട് വെയിലത്ത് വെക്കാൻ വേണ്ടി കൊണ്ടുപോകണം. വെയിലത്ത് വെക്കും, കിളി തിന്നോ എനിക്ക് കിട്ടുമോയെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നലെ ചേട്ടൻ വന്നപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂര കേരയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കേര അതെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ അത് വെള്ളത്തിൽ ഐസ് അരിയാൻ കുറച്ച് സമയം എടുക്കില്ല. ആ സമയം കൊണ്ട് നമുക്ക് പോയി കുറച്ച് തുണിയൊക്കെ കഴുകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിയിലോട്ടെല്ലാം പോവാണ് തുണി വാരിക്കൊണ്ട്. എന്നിട്ട് എന്തായി തിരിച്ച് വരുന്നതെന്ന് വെച്ചാൽ ക്യാമറ ഞാൻ തന്നെ ഓഫാക്കണ്ടേ.